നമസ്കാരം. ഐക്യ സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സിന്റെ എന്റെ ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു നവരാത്രിയെ കുറിച്ചെല്ലാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഡാൻസും പാട്ടും ഒക്കെ ഉള്ളൂ എന്ന്. സത്യമായിട്ടും അല്ല. എന്റെ ലോകം എന്ന് ഞാൻ പേരിട്ടത് തന്നെ ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും, വിവിധ തരത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്റേതായ രീതിയിൽ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അതുകൊണ്ട് എന്തോ ഡാൻസ് എന്ന് വിചാരിക്കരുത്. നവരാത്രിയുടെ 9 ദിവസങ്ങളെ കുറിച്ചും 9 ദിവസത്തെ നിറങ്ങളെ കുറിച്ചും പറയുന്നതുകൊണ്ടാണ് ഡാൻസിലൂടെ പോകുന്നത്. അല്ലാതെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിക്കുന്ന, എന്നെ കൂടെ ഞെട്ടിക്കുമല്ലോ, പുതിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്നലെ ഞാൻ നവരാത്രിയുടെ ആദ്യ ദിവസമായ വെള്ള നിറത്തിനെ കുറിച്ച് പറഞ്ഞു. 2-ാം ദിവസം ചുവപ്പിനാണ് പ്രാധാന്യം. പ്രണയത്തിന്റെയും ശക്തിയുടെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും ആഘോഷങ്ങളുടെയും ഒക്കെ നിറമാണ് ചുവപ്പ്. എന്ന് മാത്രമല്ല, ഒരാളുടെ ജീവിതത്തിന്റെ പുരോഗതിയുടെയും എല്ലാ സൗഭാഗ്യങ്ങളുടെയും ഒരു കാതൽ എന്ന് തന്നെ പറയാം ചുവപ്പ് നിറത്തെ കുറിച്ച്. ചുവപ്പ് നിറം എന്ന് പറയുന്നത് 2-ാം ദിവസമായ ബ്രഹ്മചാരിണി ദേവിയുടെ വേഷവിധാനത്തിന്റെ നിറം തന്നെയാണ്. ഈ ഭാവത്തിലാണ് ദേവി പരമശിവനെ ലഭിക്കുന്നതിനായിട്ട് കഠിനമായ തപസ് ചെയ്തത്. ബ്രഹ്മചാരിണി ദേവി കാണാം. സുന്ദരേ സുന്ദരേ സുന്ദരേ, രുദ്രാക്ഷമാല ചൂടുന്നോൾ കമണ്ഡലം എടുത്തവൾ, ഇല പോലും ഭുജിക്കാതെ തപസ്സിൽ മുഴുകുന്നവൾ, അറിവിന്റെ നിലവാകും ബ്രഹ്മചാരിണി. സുന്ദരേ സുന്ദരേ സുന്ദരേ, കണ്ണിലാദേവി തൻ രൂപം എന്നുമെന്നും വിളങ്ങണേ.